ടിക്കറ്റ് ഫിനാലിയുടെ BB6 9ാമത്തെ ടാസ്ക്കാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അത് നമ്മൾ പ്രൊമോ കണ്ടാൽ തോന്നുന്നത് എന്തോ ഭയങ്കര ഫിസിക്കൽ അസോൾട്ടൊക്കെ ആയപ്പോഴുണ്ട്. അതും അർജുനും നന്ദനയും കൂടിയിട്ടാണ്. പക്ഷേ ഗ്രൗണ്ടിൽ ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ സീസണിൽ എല്ലാവരും എത്ര തന്നെ വഴക്കിട്ടാലും ശരി, പക്ഷേ ആ വഴക്ക് കഴിഞ്ഞ അപ്പം തന്നെ ആ കുറച്ച് നേരത്തേക്കുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒന്നിക്കുന്നുണ്ട് കളി തമാശയായിട്ട്. ഇപ്പോൾ ഇന്നലത്തെ ടാസ്ക് 8ാമത്തെ ടാസ്കിൽ തന്നെ ജിൻറ്റോയും അതേപോലെ അഭിഷേകായിട്ട് ഭയങ്കര ഫിസിക്കൽ അസോൾട്ടൊക്കെ ആയതാണ്. ജിൻറ്റോ ഒന്ന് ജസ്റ്റ് ഒന്ന് തള്ളിയതുള്ളൂ, പക്ഷേ അപ്പോഴേക്കും അഭിഷേക് എടുത്തിട്ട് ജിൻറ്റോനെ എടുത്ത് എറിയാണ്. കാരണം ജിൻറ്റോനെ അറിയാം എന്തെങ്കിലും സംഭവിച്ചാൽ അത് ജിൻറ്റോ മോൾ വരും. അപ്പോൾ ജിൻറ്റോ പെട്ടെന്ന് കോഷനായി. അതുപോലെ ഇന്ന് പക്ഷേ രാത്രി വീണ്ടും നോക്കുമ്പോൾ എല്ലാവരും കളിച്ചിരിച്ച് ജാസ്മിനും ഇവരൊക്കെ ഭയങ്കര കളി തമാശയൊക്കെ അർജുനൊക്കെ ആയിട്ട് ചിരിച്ചിരിച്ച് മരിക്കായിരുന്നു രാത്രി 12 മണിക്ക് ശേഷം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നത്തെ ടാസ്കും അതേപോലെ തന്നെ വരുന്നത്. പക്ഷേ നമുക്ക് ഈ കാണുന്നത് ഭയങ്കര ഹൈപ്പ് തോന്നും. പക്ഷേ ഇത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ലൈവിൽ നടക്കുമെന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ന് നടക്കുന്ന ടാസ്ക് എന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും ബാഗ് ഉണ്ട് പുറത്ത്. ആ ബാഗ് എന്ന് വെച്ചാൽ അതിൽ ഈ തെർമോക്കോൾസിൻ്റെ ബോൾസ് ലൈറ്റ് വെയിറ്റ് ആണത്, അധികം വെയിറ്റ് ഉണ്ടാവില്ല. അത് വെച്ചിട്ട് ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് കറങ്ങുന്നതാണ്. അപ്പോൾ ഒരു അവസാനത്തെ റൗണ്ടിൽ ഇങ്ങനെ കറങ്ങുമ്പോൾ ഇത്ര പോയിൻറ്റ്സ്, പിന്നെ അതിൽ നിന്ന് ഔട്ടാവുന്ന ആൾക്കാർക്ക് അത് പഞ്ഞി കംപ്ലീറ്റ് ഫിനിഷ് ആയവർക്ക് ഔട്ട്. അങ്ങനെയാണ് ടാസ്ക്. പിന്നെ ഏറ്റവും നടുവിലത്തെ സർക്കിൾ ഇതിൽ ഇപ്പോൾ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ബാക്കിൽ നിന്ന് പൊടിച്ചെന്നോ അങ്ങനെ പറഞ്ഞിട്ട് അർജുനും നന്ദനയും ഭയങ്കര വഴക്കാണ്. നന്ദനെ കുറച്ച് ഹൈപ്പർ കൂടുതൽ അറിയാണല്ലോ, അപ്പോൾ അവൾ ആരും നോക്കത്തില്ല. അപ്പോൾ അത് അവിടെ ആ ഗെയിമിൽ അവൾ ഒന്നും നോക്കില്ല. അപ്പോൾ ആ സമയത്ത് ഭയങ്കര കയ്യാൻ കളിയായി. പിന്നെ അർജുൻ പെട്ടെന്ന് കുടയാണ്, അങ്ങനെ പുറകെ നിന്ന് ഫ്രണ്ടിലേക്ക് കുടയും. അപ്പോൾ നന്ദന കാരണം അവൾ പിടിച്ചിരിക്കുക, അപ്പോൾ അവൾ താഴെ വീഴുന്നുണ്ട്. നന്ദന താഴെ വീഴുന്നു. അപ്പോഴേക്കും ജിൻറ്റോയും പിന്നെ ബാക്കി എല്ലാവരും കൂടി ചേർന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് മെഡിക്കൽ റൂമിൽ കൊണ്ടുപോവാണ്. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. പിന്നെ ലൈവിൽ നമുക്ക് നോക്കി അറിയാം ബാക്കി എന്താ സംഭവം. കാരണം കയ്യാങ്കളിക്ക് പോകാൻ പാടില്ല. അത് എപ്പോഴും ബിഗ് ബോസ് പറഞ്ഞത് ഇതൊരു സ്പീഡായി എടുക്കണം. സ്പീഡ് മീൻസ് കയ്യാങ്കളിക്ക് പോകാതെ ഒരു സ്പീഡായിട്ട് എടുക്കുക, ബാഗ് ഓട്ടേക്ക് കൊള്ളുകാൻ പറ്റും. പക്ഷേ ഈ തട്ടിലും കയ്യും മാൻ ഹാൻഡ്ലിങ് അങ്ങനെ ചെയ്യുമ്പോഴാണ് പ്രശ്നമാണ്. അത് കാരണം ഇനി 2-3 ദിവസമേ ഉള്ളൂ, ഒറ്റ ആഴ്ചയുള്ളൂ ഇനി, മാക്സിമം 2 വീക്സ് കഴിഞ്ഞു. ഈ ടാസ്ക് പിന്നെ കഴിഞ്ഞ ടാസ്ക് കഴിഞ്ഞാൽ പിന്നെ ഒരു ടാസ്കില്ല അവർക്ക്, പിന്നെ ഈ കാത്തിരിപ്പ് തന്നെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വഴക്കൂട്ടിയൊരു കാര്യമില്ല. ഈ ടാസ്ക് ഗെയിം കളിക്കുക അത്രേ ഉള്ളൂ. പക്ഷേ ഇന്ന് നടക്കുന്നത് ഒരു വല്ലാത്തൊരിതാണ്. കാരണം ഇനി മുറുക്കാണ്, അവർക്കറിയാം മുറുകാണ് പോയിൻറ്റ്സ് എങ്ങനെയും കിട്ടുന്നത്. പക്ഷേ കയ്യാങ്കളിക്ക് പോകാതെ എല്ലാവരും അത് ഡേഞ്ചർ സോണാണ്. ആക്ച്വലി ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അത് ചെയ്തില്ല. നമുക്ക് കാണാം ഇനി ലൈവ് എന്താ വരുന്നത്.